ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഒരു മീനിൻ്റെ പോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ 2 പോട്ടും ചെടി തടാനുള്ള 2 ട്രേയുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ളൊരു ബ്രീഡർ ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും ഞാൻ 2 ചട്ടിയേ വാങ്ങിച്ചുള്ളൂ. ബാക്കി കുറേ മീനിനെ ഗപ്പീസാണ് കൂടുതലും വാങ്ങിച്ചത്. ഗപ്പീസിനെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ നിറയെ മീനുണ്ട്. എനിക്ക് ഏത് മീനിനെ വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഞാൻ. അങ്ങനെ അവിടെ നിന്ന് കുറച്ചധികം മീനിനെ വാങ്ങിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ തന്നെ ആ ചേട്ടൻ ഇതിൻ്റെ നമ്മളുടെ ഗപ്പീസിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ചട്ടിയും കാര്യങ്ങളൊക്കെ സെയിലും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഞങ്ങളുടെ അടുത്ത പള്ളുരുത്തി നിന്നുള്ള സ്ഥലത്തു നിന്നാണ് പോയിട്ട് 2 പോട്ട് വാങ്ങിച്ചത്. അത് ഒരെണ്ണത്തിന് 100 രൂപ എന്നുള്ള രീതിയിൽ 2 200 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഈ ചേട്ടൻ്റെ അടുത്തും സെയിം റേറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്തു നിന്നും ഞാനൊരു 3 എണ്ണം കൂടി വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോയത്. അത് രണ്ടാമത് വന്ന പിള്ളേരെ വീട്ടിലാക്കിയിട്ട് അപ്പയുടെ കൂടെ വന്നാണ് വാങ്ങിയിട്ട് പോയത്. അതിൻ്റെ വീഡിയോ എനിക്ക് എന്തായാലും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ എന്തായാലും നല്ല രീതിയിൽ പുള്ളി തന്നെ ബ്രീഡ് ചെയ്യുന്നതും പിന്നെ പുറത്തുനിന്ന് വരുത്തുന്നതായിട്ടുള്ള മീനുകളും കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് കുറേ ഇഷ്ടപ്പെടുന്നുണ്ട്. മീൻസ് എല്ലാം കൂടി വാങ്ങിക്കാൻ എന്തായാലും പറ്റത്തില്ലല്ലോ. എന്തായാലും കണ്ട് നമ്മൾക്ക് തൃപ്തി അടയാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇരുന്നത്. ഈ ഒരു മീനിനെ കണ്ടോ, അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് അങ്ങനെ ഒരു മീൻ കാണുന്നത് തന്നെ. കുറേ ഇൻസ്റ്റയിലും റീൽസിലൊക്കെ കാണുന്നതല്ലാതെ നമ്മൾ നേരിട്ട് കാണുന്നത് കുറവാണല്ലോ. പുള്ളിക്കാരൻ്റെ കയ്യിൽ കുറേ അധികം മീനുകളുണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെയും ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്നാണെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എനിക്കിഷ്ടപ്പെട്ട കുറേ മീനുകളുടെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും നിറയെ മീനുകളുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ഇത് താല്പര്യമുള്ളവർ അറിയണമെന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ഇത് ഈ സിൽവർ അരോണയൊക്കെ നോക്കി, ഇവിടെ നമുക്ക് പുറത്തുനിന്നുള്ളതിനേലും റേറ്റ് കുറവിനാണ് കേട്ടോ കിട്ടുന്നത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തലേദിവസം രാവിലെ തന്നെ എല്ലാം സെറ്റപ്പാക്കി എല്ലാ മീനുകളും അതാത് പോട്ടിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഓരോ ചട്ടികളിലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ആളുകൾക്കൊക്കെ ഒന്നും കുഴപ്പമുണ്ടായില്ല. കാരണം നേരത്തെ തന്നെ ഞാൻ പിടിച്ചു വെച്ചിരുന്ന വെള്ളം ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. അതല്ലാന്നാണെന്നാണെങ്കിൽ എല്ലാം ഇന്ന് തന്നെ ചത്തുപോയേനെ. അപ്പോൾ അതിന് എനിക്ക് എന്തായാലും ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം നേരത്തെ തന്നെ ഈ വെള്ളമൊക്കെ പിടിച്ച് വെക്കാൻ തോന്നിയത് എൻ്റെ ഭാഗ്യമാണ്. ഈ കാണുന്ന ആ ചെടിയുണ്ടോ മുകളിൽ പൂ പോലെ പിടിക്കുന്നത്, അത് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അക്വേറിയം ഷോപ്പിൽ നിന്ന് 20 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. കിടക്കുന്ന ഈ ബ്ലൂ ഗപ്പിയാണെങ്കിൽ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നത്. അതിൻ്റെ 3 മെയിൽ മാത്രമാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് എനിക്ക് 3 ഫീമെയിലിനെയും കൂടി കിട്ടി. അങ്ങനെ അതിനൊപ്പം കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാത്തിനെയും ഓരോരോ ഇതിലാക്കി സെറ്റപ്പാക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനെ കയ്യിലാക്കിയതാണ് കേട്ടോ. അതിൽ ഒരെണ്ണം കൊണ്ടുവന്ന് പിറ്റേന്ന് തന്നെ പ്രസവിക്കുകയും ചെയ്തു, ഒരു പോട്ടിലുള്ളത്. അതിനെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിന് കുഞ്ഞുങ്ങളൊന്നും തിന്നുന്നുണ്ടായിരുന്നില്ല, ഇതുവരെ തിന്നിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മീനുകളുടെ ഞാൻ സെറ്റപ്പാക്കിയിരിക്കുന്ന ഓരോരോ കുളങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഹാക്കും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു, നമ്മളുടെ ഏഞ്ചൽ ഫിഷിൻ്റെ ടാങ്കിൽ. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ട് ആദ്യമേ ഈ ഫിഷ് ടാങ്കിൻ്റെ അകത്ത് കാണുന്ന ഒരു ചെടി, ആ ബ്ലാക്ക് കളറുള്ള പോട്ട് ഉണ്ടോ, അതിനകത്ത് വെറുതെ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ 2 ദിവസം ഇട്ട് വെച്ചിട്ട് ഇതേ വന്ന ഒരു വേര് മാത്രമാണ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഞങ്ങളുടെ വീട്ടിൽ പപ്പടം കുത്തുന്ന കമ്പിയാണ്. അപ്പോൾ അതിനകത്ത് ഇത് വെച്ചിട്ട് അതിനകത്ത് നേരത്തെ തന്നെ നമ്മൾ ഓവർഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് കുത്തി ഫിക്സ് ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ചു. ചെയ്യോ വളരുമോ എന്നുള്ളത് ഞാൻ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും 2 ഇലയും കാര്യങ്ങളൊക്കെ മീൻസ് ചെറുതായിട്ട് കിളിർത്ത് വരികയും ചെയ്തു. പിന്നീട് ആണ് നമുക്ക് മനസ്സിലായത്. ഒരു 2-3-4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയിട്ട് ഇങ്ങനെയൊക്കെ പിടിക്കും എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. ഇങ്ങനെ ഇത്രയും രീതിയിൽ നല്ല രീതിയിൽ പിടിക്കുക എന്നുള്ളത് പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആ ഗപ്പി എന്താണ് ബ്രീഡർ ചേട്ടൻ്റെ അടുത്ത് പോയപ്പോഴാണ് എനിക്ക് ഈ ഒരു പാക്കേജ് ഫുഡ് കിട്ടിയത്. ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ ആർട്ടിമി എല്ലാവരും വിരിയിച്ചിട്ടൊക്കെയാണ് കൊടുക്കാറെന്നാണ് പറയുക. ഞാനത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇതെന്തായാലും നമുക്ക് വിരിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കെടുത്ത് ഫിഷിന് കൊടുക്കാമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്.
അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ 10 മിനിറ്റിന് ശേഷം ഇത് സെറ്റപ്പായി. ഞാനത് ഒരു ചെറിയ സ്പൂണിലെടുത്ത് എല്ലാവർക്കും വീതിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.